ആദ്യത്തെ ഒരു AI പടമാണ് വാഗ്ദത്ത ഭൂമി. ഇതിൻ്റെ പ്രൊഡ്യൂസർ എൻ്റെ ഹസ്ബൻഡ് ഷാജു വാലപ്പനാണ്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ സിദ്ദിഖ് പറവൂറാണ്. പിന്നെ ഒരു മലയോര കർഷക ഫാമിലിയുടെ ഒരു കഥ കൂടിയാണ് ഈ സിനിമ. അപ്പോൾ ഈ സിനിമ എല്ലാവരും കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യണം. ഇത് ഞങ്ങളുടെ ഒരു 6ാമത്തെ പ്രൊജക്റ്റ് കൂടിയാണ്. അപ്പോൾ ഇതിന് എല്ലാവിധ ആശംസകളും എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളെ ഒന്ന് വഴി തെറ്റിച്ചിട്ടൊരു കാര്യം പറയാമെന്ന് വിചാരിക്കുക. വഴി എന്നൊന്നില്ല, നാം നടക്കുമ്പോൾ തെളിയുന്നതാണ് വഴി. ഇതൊരു സുഫി പഴമൊഴിയാണ്. ഞാൻ എന്തുകൊണ്ടാണിത് പറയുന്നതെന്ന് വെച്ചാൽ, ഈ സിനിമയുടെ ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ ഞങ്ങളുടെ ഡയറക്ടർ ഗദ്ഗത കണ്ടനായത് നിങ്ങൾ കണ്ടു. അദ്ദേഹം പറഞ്ഞു വഴി തെറ്റിപ്പോയി എന്ന്. അദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളത്, ഈ ലോകത്ത് അല്ലെങ്കിൽ മനുഷ്യകുലത്തിൻ്റെ ചരിത്രത്തിൽ വളരെ ഫിനോമിനലായ ഒരു മാറ്റം നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് വഴിതെറ്റിപ്പോയവരെല്ലാം വഴിത്തിരിവിലെത്തി നിൽക്കുന്ന ഒരു കാലം. മനുഷ്യൻ്റെ തലച്ചോറ് അത്ര പെട്ടെന്നൊന്നും മാറ്റത്തിന് തയ്യാറാവുന്ന ഒന്നല്ല ശരിക്കും. അതുകൊണ്ട് നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ആരെങ്കിലും വന്നിട്ട് ഒരു മുഴം നീട്ടി ഒരേറെറിയും. അവിടെ വെച്ചടി ആളുകൾ അവിടെ എത്തുമ്പോൾ അവിടെയും ഉണ്ടാവും പിന്നെയും ഒരു മുഴം നീട്ടി എറിയാൻ ഒരാൾ. അങ്ങനെയാണ് ഇവിടെ എല്ലാ വികസനങ്ങളും ഉണ്ടാകുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഷാർപ്പായിട്ടുള്ള തലച്ചോറുള്ള ആരോ ഒക്കെ ഉണ്ടാക്കുന്നത് എല്ലാം മനുഷ്യൻ്റെ വെൽഫെയറിന് വേണ്ടിയാണ്. അപ്പോൾ ഈ സിനിമാ ലോകത്ത് ഇങ്ങനെ ഒരു പയനിയറിങ് അറ്റംപ്റ്റ്, ആ ഒരു മുഴം നീട്ടിയേറ് തന്നെയാണ്. ഒരു പയനിയറിങ് അറ്റംപ്റ്റ് എടുക്കുന്നവർക്ക് ഒത്തിരി പ്രോ ആക്റ്റീവായിട്ടുള്ള ചിന്തയുള്ളവരായിരിക്കും. അതിനവരൊരുപാട് പെയിൻ സഹിക്കുന്നുണ്ടാകും. ആ വേദനയിൽ നിന്ന് ഒരു പ്രസവത്തിലുണ്ടാകുന്നത് പോലെയുള്ള ആ പെയിനിൽ നിന്നുള്ള ഒരു പ്ലഷർ അവരനുഭവിക്കുന്നുണ്ടാകും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കാട് കയറി പോകുന്നില്ല. ഒരു അഭിനേത്രിയാകുക എന്നതൊന്നും എൻ്റെ വിദൂര സ്വപ്നത്തിലുണ്ടായിരുന്നില്ല. സത്യത്തിൽ ഞാനൊരു ജേർണലിസ്റ്റ് ആകാൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ ജീവിതം എന്നെ കൊണ്ടുപോയത് വേറെ എവിടെയൊക്കെയാണ്. അതുപോലെ തന്നെ ഇപ്പോഴും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാനൊരു പ്രീ സ്കൂൾ നടത്തുകയാണ്. അവിടെ ഞാൻ ചെയ്യുന്നത് കുഞ്ഞു കുട്ടികളുടെ ബ്രെയിൻ 6 വയസ്സിനുള്ളിൽ 90% ഡെവലപ്പ് ചെയ്യും എന്ന് സയൻറ്റിഫിക്കായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള ആ കാലഘട്ടത്തിൽ ആ കുഞ്ഞുങ്ങളെ ആണ് ഞാൻ മോൾഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഈ പറയുന്ന പുറംതിരിയൽ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ എൻ്റെ കണ്ടംപററീസാണ് ഇവരെല്ലാവരും. ഞങ്ങൾ 20-ലും 30-ലും ഒക്കെ ചെയ്തതിൻ്റെ മേന്മ 40-ൽ വന്നിട്ട് 50-ലെത്തുമ്പോൾ ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അതിന് കിട്ടുന്നൊരു സിഗ്നിഫിക്കൻസ്, അതിന് ശേഷമുള്ളൊരു സക്സസ്, അതിന് ശേഷമുള്ളൊരു അബണ്ടൻസ്. ഇങ്ങനെ ഒരു പരിവർത്തന ഘട്ടത്തിൽ നിൽക്കുന്ന കുറേ നല്ല മനുഷ്യരാണ് ഈ വേദിയിലിരിക്കുന്നത് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യെസ്, ഈ വാഗ്ദത്ത ഭൂമി നമുക്കുള്ളതല്ല, നമ്മുടെ വരും തലമുറകൾക്കുള്ളതാണ്. അപ്പം നമ്മൾ ചെയ്തു വെച്ച് പോകേണ്ട കാര്യങ്ങൾ ചെയ്തു വെച്ചു എന്ന ഒരു സംതൃപ്തിയോടുകൂടി ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിന് എനിക്ക് സർവേശ്വരനോട്, അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിനോട്, പ്രപഞ്ചത്തിനോട് നന്ദി പറയാനുണ്ട്. സിനിമാ മേഖല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആർക്കും ആരോടും ഒരു കടപ്പാടില്ല. ഞാൻ ആരും കുറ്റപ്പെടുത്തുന്നതല്ല. കാരണം പ്രൊഡ്യൂസർക്ക് മാത്രം നഷ്ടം ഉണ്ടാക്കുന്ന ഒരു മേഖല, അല്ലെങ്കിൽ പ്രൊഡ്യൂസർക്ക് മാത്രം ലാഭം ഉണ്ടാക്കുന്ന മേഖല, അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഈ സിനിമ എന്ന് പറയുന്നത് ചെയ്യുന്നത്. അപ്പോൾ സിദ്ദിഖ് എൻ്റെ ഒരു ബ്രോ ആണ്. ഞാൻ ബ്രോ എന്ന് വിളിക്കാറ്, സിദ്ദിഖ് ഭായ് എന്നും വിളിക്കും. അപ്പോൾ അദ്ദേഹം വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ 2 സിനിമകൾ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. കഥ കേട്ട് കഴിഞ്ഞപ്പോൾ വളരെ നല്ലത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് സമൂഹത്തിന് ഒരു തീം, ഒരു നല്ല മെസ്സേജ് കൊടുക്കുന്ന രീതിയിലുള്ള 2 സിനിമകളായിരുന്നു. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ച് ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ വീണ്ടും ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ വളരെ ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് ഉള്ള പ്ലാനിങ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ, ചിലപ്പോൾ വേൾഡിൽ തന്നെ
ഒരു ലൊക്കേഷനിൽ ഒരേ ക്രൂസിന് ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ സിനിമ നിർമ്മിച്ചത്. മീൻസ് ഇപ്പോൾ ഒരു വീട്, ആ വീടിൻ്റെ മുൻഭാഗം ഒരു സിനിമയുടെ വീടായിട്ടും പിൻഭാഗം വേറൊരു വീടിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ചിത്രീകരിച്ചത്. അപ്പം ലൊക്കേഷനിൽ നിന്ന് ലൊക്കേഷനിലേക്ക് ഓടേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല, അവിടെ തന്നെ ചിലവ് കുറഞ്ഞു. രണ്ടാമത് ഇതിൻ്റെ ക്രൂസ്, ഇത് എല്ലാവരും തന്നെ ഇപ്പോൾ ഡോക്ടർ അനശ്വര, അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന പലരുമുണ്ട്, സദസ്സിലുണ്ട്, എല്ലാവരും അവിടെ തന്നെ ചിലപ്പോൾ 1 മണിക്കൂർ മുൻപ് നിഴൽ വ്യാപാരികളുടെ ഷൂട്ട് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് അഭിനയിക്കാൻ പോകുന്നത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു ക്യാരക്ടറിനെയാണ് ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ആ ഒരു സംവിധാനം നമ്മുടെ ഈ ഇവിടെ ഇരിക്കുന്ന ഈ കലാകാരന്മാരിൽ ഈ കല ഒളിച്ചിരിക്കുന്നുണ്ടെന്നുള്ള ഒരു സവിശേഷതയും കൂടിയും ഇതിനകത്തുണ്ട്. അങ്ങനെ നമ്മുടെ സിദ്ദിഖ് ഭായിയുടെ ഈ പ്രചോദനവും അതുപോലെ തന്നെ ഞാനും അദ്ദേഹത്തോടൊപ്പം കൂടിയപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ധൈര്യവും, ഞാൻ എന്നെ തന്നെ പോഴ്ത്തി പറയണമെന്നൊന്നും വിചാരിക്കരുത്, കാരണം അദ്ദേഹം സത്യത്തിൽ ഞാനുണ്ടെങ്കിൽ ഒരു ധൈര്യമാണെന്ന് ഇപ്പോൾ പറയുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത്. അപ്പോൾ ചെറിയ പൈസ എന്ന് പറഞ്ഞാലും ആന മെലിഞ്ഞാലും തൊഴുത്തേ കെട്ടാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ സിനിമയ്ക്ക് ആവശ്യമായ ഘടകങ്ങളിലുള്ള പൈസ ചിലവാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ആ സിനിമ നിർമ്മിച്ചത്. അത്യാവശ്യം പൈസ ചിലവായെങ്കിലും ഞങ്ങൾക്ക് നല്ല മാനസിക സന്തോഷമുണ്ട്, കാരണം ഇതൊരു നല്ല സോഷ്യൽ മെസ്സേജ് ആയിരുന്നു. അതിനെപ്പറ്റി അദ്ദേഹം പറയുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രോജക്റ്റ് അങ്ങനെ ചെയ്തു. അതിന് നിരവധി അവാർഡുകൾ കിട്ടി. ആദ്യം ഞങ്ങൾക്ക് സത്യജിത്ര റായ് ഫൗണ്ടേഷൻ്റെ അവാർഡ് 9 or 10 അവാർഡ് അതിനകത്ത് കിട്ടിയിരുന്നു. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ അവാർഡ് രാജസ്ഥാൻ ഫിലിം സൊസൈറ്റി അവാർഡ് അത് കിട്ടിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ ഫിലിം ക്രിട്ടിക് അവാർഡ്. അപ്പോൾ അത്രത്തോളം എത്തി നിൽക്കുന്നു. പല ഫെസ്റ്റിവലുകൾക്കും അയച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞങ്ങളത് പടം റിലീസ് ചെയ്യാത്തത്. ജോസഫ് സാർ പറഞ്ഞ പോലെ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്കുണ്ടെന്നറിയാം. ഒരു പക്ഷേ ചിലപ്പോൾ ഞങ്ങൾക്ക് ഇനിയും പല ഫെസ്റ്റിവലുകളിലും സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അവാർഡ് കിട്ടുമോ ഇല്ലയെന്നറിയില്ല. അല്ല, ഏതൊരു സാങ്കേതിക വിദ്യയും ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിലെ തന്നെ അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത ഒരാളായിരുന്നു. പക്ഷേ ദേശാഭിമാനി പത്രം കമ്പ്യൂട്ടർവൽക്കരിച്ചപ്പോഴാണ് എനിക്ക് ജോലി കിട്ടിയത്. അല്ല, ഇതൊക്കെ ഒരു വൈരുദ്ധ്യമായിട്ടൊക്കെ നമുക്ക് തോന്നാം. അപ്പോൾ സത്യത്തിൽ നമുക്ക് സാങ്കേതിക വിദ്യയോട് പുറംതിരിഞ്ഞ് നിൽക്കേണ്ട ഒരു കാര്യമില്ല. അത് എന്തായാലും മനുഷ്യൻ്റെ പുരോഗതിക്ക് ഏറ്റവും കൂടുതൽ അനുഗുണമായിട്ടായിരിക്കും അത് വയ്ക്കുന്നത്. പിന്നെ സന്തോഷ് വർക്കി ചോദിച്ച പോലെ ഇത് എത്തിക്സ്, അതിപ്പോൾ നമ്മുടെ ഒരു ഡോക്ടർ ഇപ്പുണ്ട്. ഇപ്പം ഒരാളുടെ കയ്യിലൊരു കത്തി വന്നാൽ, ഒരു നൈഫ്, അത് ഒരു ഡോക്ടർ ഉപയോഗിക്കുന്നത് ഒരാളുടെ ജീവൻ രക്ഷിക്കാനും, വേറെ ഒരു ക്രിമിനലായിട്ടുള്ള ഒരാൾ ഉപയോഗിക്കുന്നത് ഒരാളെ കുത്തിക്കൊല്ലാനും ആയിരിക്കുമല്ലോ. അപ്പോൾ അത് ഉപയോഗിക്കുന്നതിൻ്റെ ആ ഒരു എത്തിക്സ്, അത് ആ മനുഷ്യൻ്റെ ഇതനുസരിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മളെ വരുന്ന സാങ്കേതികത്വത്തെ ഒന്നും കുറ്റം പറയേണ്ട കാര്യമില്ല. അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കണം. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തുള്ള ഈ നിർമ്മിത ബുദ്ധി, നമ്മുടെ മനുഷ്യർ ആർജിച്ച മുഴുവൻ അറിവുകളും സമാഹരിച്ചു വെച്ചിരിക്കുന്നു. അത് അനാലിസ് ചെയ്യുന്നു, നമ്മൾക്ക് അതിൻ്റെ റിസൾട്ട് തരുന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യർ ആർജിച്ചതെന്ന് പറയുമ്പോൾ അത് പല രീതിയിലായിരിക്കും മനുഷ്യർ ചിന്തിക്കുന്നതും ഒക്കെ. പക്ഷെ മനുഷ്യൻ്റെ വികാരങ്ങളും ഒന്നും ഇതിൽ പ്രതിഫലിക്കില്ല. അത് മനുഷ്യന് തന്നെ, ആ മനുഷ്യൻ്റെ സ്വന്തമായിട്ടുള്ള ഇതായിരിക്കും. അറിവുകൾ ശേഖരിക്കുന്നു, അത് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുന്നു, അത് കൃത്യമായിട്ട് അനാലിസ് ചെയ്യുന്നു, നമ്മൾക്ക് തിരിച്ചു തരുന്നു. അത് ഏത് മേഖലയിലും അത്തരം പ്രവർത്തനങ്ങൾ മാത്രമാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചെയ്യുന്നത്.